ഈ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളതാണ്. യഥാർത്ഥ ആശമാർ അവരോടൊപ്പം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആശമാർ യഥാർത്ഥ ആശമാരല്ല എന്ന ഒരർത്ഥം, ഒരു ധ്വനി വരത്തക്കതുപോലെയാണ് പറഞ്ഞത്. അതായത് വേതനം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് ഇന്നലെ പറഞ്ഞത്. ഈ ആശാ വർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സൗഭാഗ്യ എന്ന ഒരു പ്രവർത്തക തുടക്കം മുതൽ തന്നെയുണ്ട്, നമുക്കിപ്പം ചേരുകയാണ്. ഈ ഒരു സർക്കാർ കാണിക്കുന്ന നിലപാട്, ആശാ വർക്കർമാരോട് കാണിക്കുന്ന നിലപാട് തീർത്തും അപലപനീയം തന്നെയാണ്. തീർച്ചയായിട്ടും ആശമാരെന്ന് പറയുന്നത് ഏറ്റവും ബേസ്. അവർ പറയുന്നത് എന്താണ്? അതായത് ഈ 232 രൂപയ്ക്ക് ഒരു ദിവസം പണിയെടുക്കാൻ കഴിയില്ല, ഇതാണ് പറയുന്നത്. ഏറ്റവും എന്താണ് കൺവിൻസിങ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണ് അവർ വയ്ക്കുന്നത്. 232 രൂപയ്ക്ക് ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ജീവിക്കുക എന്നുള്ളത് പോട്ടെ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം പോലും ആ 232 രൂപ കൊണ്ട് നേടാൻ കഴിയില്ല. അതാണ് യഥാർത്ഥത്തിലുള്ളത്. അപ്പം അതാണ് പറയുന്നത്, ഇതുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള മിനിമം കൂലി 700 രൂപയാക്കി തരിക. ഇടതു മുന്നണി ഇലക്ഷനിൽ മുന്നോട്ട് വെച്ച ഒരു വാഗ്ദാനമാണ് മിനിമം കൂലി. സ്കീം വർക്കേഴ്സിന്, ആശാ വർക്കർമാരടക്കമുള്ളവർക്ക് 700 രൂപ മിനിമം കൂലി ഉറപ്പാക്കും എന്ന് പറഞ്ഞ ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഏതാണോ അതാണ് നമ്മൾ പറയുന്നത്. അപ്പം അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 700 രൂപ എന്ന് പറയുന്നത് വലിയ തുകയൊന്നുമല്ല. ഇന്ന് കേരളത്തിൽ ജീവിക്കണേ 700 രൂപ പോരാ. പക്ഷേ 700 രൂപ നമ്മൾ ചോദിക്കുന്നതെന്ന് വെച്ചാൽ അതൊരു മിനിമം കൂലി എന്നുള്ള നിലയിലാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതുപോലും തരാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, ഈ സമരത്തെ അവഗണിച്ചും പരിഹസിച്ചും പുച്ഛിച്ചും അങ്ങ് കാണാതെ നടിക്കുകയാണ്, കാണുന്നില്ല എന്ന് നടിക്കുകയാണ്. വാസ്തവത്തിൽ ഈ സ്ത്രീകളുടെ മനോവിഷമം, മാനസികമായി അവരുടെ മുറയിൽ കെടുത്തുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. വളരെ അപലപനീയമാണ് സർക്കാരിൻ്റെ ഈ നിലപാട്. വളരെ കഷ്ടമാണ്, വളരെ ക്രൂരമാണ്, അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണ്. അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഈ ആശാ വർക്കർമാരോട് സംസാരിച്ചപ്പോൾ ഇപ്പോൾ സമരം ചെയ്യുമ്പോൾ അവർ ഇത്രയും ദിവസം ഇവിടെ സമരം ചെയ്യുമ്പോൾ അവർ അങ്ങനെ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, അതെന്തെങ്കിലും പറഞ്ഞു? വളരെയധികം നമുക്ക് ഊഹിക്കാമല്ലോ. ഇവിടെ ഇരിക്കുന്ന ആശാ വർക്കർമാരിൽ പലരും, ചില ആളുകൾ അവരുടെ മക്കൾ പിന്നെ ബെഡ് റിഡനായിട്ടുള്ള ആളുകളുണ്ട്. ചിലവരുടെ ഭർത്താക്കന്മാർ വയ്യാതെ കിടക്കയിൽ കിടക്കുന്നവരുണ്ട്, ആരോഗ്യമില്ലാതെ തകർന്ന് കിടക്കുന്നവരുണ്ട്. മാതാപിതാക്കൾ വയസ്സായവരുണ്ട്, കുട്ടികൾ സ്കൂളിൽ പോകുന്നവരുണ്ട്. ഇനി ഇവർ തന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, ചെറുപ്പക്കാരികളായ സ്ത്രീകൾ. അവരുടെ മന്ത്ലി പ്രോബ്ലംസ് അവർക്കുണ്ട്, മാസാമാസമുള്ള അവരുടെ പ്രോബ്ലംസ്, അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ. ഇവിടെ വന്ന് കിടക്കുമ്പോൾ നമുക്കറിയാം, കംഫർട്ടബിളായി ഒന്ന് കിടക്കാൻ പറ്റില്ല, ഒന്ന് ഇരിക്കാൻ പറ്റില്ല. ഈ ചൂട്, ഈ മഴ, ഇതെല്ലാം സഹിച്ചുകൊണ്ട് അവർ ഇരിക്കുകയാണ്. അപ്പം നിരവധി പ്രശ്നങ്ങളുടെ നടുക്കാണ് അവരിവിടെ കഴിയുന്നത്. വീട്ടിൽ പോയി വരുന്നവരുണ്ട്, അവർ വീട്ടിലുള്ള ഭക്ഷണങ്ങളെല്ലാം വെച്ചിട്ട് വരുന്നവരുണ്ട്. ഇനി അത് വെക്കാനും പോലും ഇല്ലാത്ത ആളുകളുണ്ട്. ഒരു ആശാ വർക്കർ പറഞ്ഞു, ഇവിടെ വരുമ്പോൾ എനിക്ക് കഞ്ഞിയെങ്കിലും ഉണ്ട്, വീട്ടിൽ അതുപോലും ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്ന ഈ വനിതകൾ, സ്ത്രീകൾ, പാവപ്പെട്ടവർ. അവരെ കണ്ടില്ല എന്ന് നടിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം എന്താണ് ക്രൂരമായ, അങ്ങനൊന്നും പറഞ്ഞാൽ വിശേഷിപ്പിച്ചാൽ പോരാ. ഇത് സ്ത്രീ വിരുദ്ധം, ജനവിരുദ്ധം, അല്ലെങ്കിൽ തൊഴിലാളി വിരുദ്ധം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മിനിമം വാക്കുകളാണ്. അതിനൊക്കെ അപ്പുറമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം. ഒട്ടും ശരിയായ കാര്യമല്ല, ഒട്ടും. ഇതിനെ ഒരു കാരണവശാലും മനുഷ്യത്വത്തിൻ്റെ കണികയെങ്കിലും ഉള്ളിലുള്ള ഒരാളിനും ഈ സർക്കാരിൻ്റെ നിലപാടിനെ ന്യായീകരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി ഇതുവരെ ഈ കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. ആ ഒരു മനോഭാവത്തോടെ കഴിഞ്ഞ ദിവസം പ്രതികരണം നടത്തി, അറിഞ്ഞില്ലേ? അതായത് അവരുടെ ആശ്രമ രീതിയിലൊരു അതായത് അനുഭാവപൂർവ്വം പ്രതികരിച്ചില്ല, ശരിയാണ്. എന്ന് മാത്രമല്ല, ഇത്ര കാലവും മിണ്ടാതെ ഇരുന്നു. വളരെ മോശമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോ. ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തുണ്ടാകുന്ന ഏതൊരു ചലനങ്ങളുടെയും സാമൂഹ്യവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ഏതൊരു ചലനത്തെയും നിരീക്ഷിക്കുകയും വീക്ഷിക്കുകയും അതിൽ അഭിപ്രായം പറയുകയും ചെയ്യേണ്ട ആളാണ്. ഈ ഇത്രയും വലിയൊരു തൊഴിലാളി സമരം 36ാമത്തെ ദിവസം ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ അതിനെപ്പറ്റി ഒരു തൊഴിലാളി ഗവൺമെൻറ് എന്ന് അവകാശപ്പെടുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖ്യനായ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം അരാഷ്ട്രീയമാണെന്ന് ആലോചിച്ച് നോക്കിക്കുക. അപ്പം അങ്ങനെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു അഭിപ്രായം പറഞ്ഞതാകട്ടെ അങ്ങേയറ്റം ആശമാർക്ക് പ്രതികൂലമായിട്ടുള്ളതാണ്. അതായത് അവരുടെ കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല, എല്ലാം നേരത്തെ എല്ലാം സെറ്റിൽ ചെയ്തിരിക്കുന്നതാണ്. അതിനെപ്പറ്റി അതായത് വേതനം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലയിലാണ് ഇന്നലെ പറഞ്ഞത്. അത് വളരെ തെറ്റായൊരു പ്രതികരണമായി പോയി. അതല്ല നമ്മൾ പ്രതീക്ഷിച്ചത്. കാരണം ഇവിടെ ഇരിക്കുന്ന പല ആളുകളും ഇടതുമുന്നണിയെ അധികാരത്തിലേറ്റാൻ വോട്ട് ചെയ്ത ആളുകളാണ്. ഇവരാരും വിരുദ്ധരായ ആളുകളല്ല. അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഇരുന്ന് ഒരു വളരെ ജെനുവിനായ ഒരു ഡിമാൻഡ് ഉയർത്തുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കുന്നത് തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം ഒരു ഗവൺമെൻറ്റിന് ചെയ്യാൻ പാടില്ലാത്തതാണ്.
അത് തൊഴിലാളികളായ പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളോട് ഉള്ള ഒരു അവഗണനയായിട്ടാണ് അതിനെ കാണാൻ കഴിയത്തുള്ളൂ. മന്ത്രി വീണ ജോർജ് ഒരു മന്ത്രി എന്നതിലുപരി സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകളാണ് ഇവിടെ സമരം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ത്രീ പക്ഷത്തിൽ ചിന്തിക്കണമായിരുന്നു. യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കാത്തതെന്ന് നമുക്ക് അറിയില്ല. മന്ത്രിയുടെ പ്രതികരണങ്ങൾ വാസ്തവത്തിൽ ഈ സ്ത്രീകൾക്ക് എതിരായിട്ടുള്ളതാണ്. യഥാർത്ഥ ആശമാർ അവരോടൊപ്പം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആശമാർ യഥാർത്ഥ ആശമാരല്ല എന്ന ഒരർത്ഥം, ഒരു ധ്വനി വരത്തക്കതുപോലെയാണ് പറഞ്ഞത്. വാസ്തവത്തിൽ അത് അങ്ങേയറ്റം അവരെ പരിഹസിക്കുകയും അവഹേളിക്കുകയും അവരെ അപമാനിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ഇവിടെ വരുന്ന ഓരോ ആശയും ഓരോ ദിവസവും അവർക്ക് സർക്കാർ കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ആശ എന്നുള്ള അവരുടെ ടാഗ്, അവരുടെ ഒരു ഒരു നെയിം ബോർഡ് തൂക്കിയാണ് അവർ വരാറുള്ളത്. ഇത് അവരെ ഒരു അതായത് അവർ വിശ്വാസ്യത ഉറപ്പിക്കാൻ വേണ്ടിയാണ് അവരങ്ങനെ വരുന്നത്. അത്തരത്തിൽ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധാലുക്കളായിട്ടാണ് ഈ സമരത്തിൽ ആശമാർ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആശമാരോട് യഥാർത്ഥ ആശമാർ വേറെയാണെന്ന് പറഞ്ഞ് അവരെ വേദനിപ്പിക്കുകയും അവരെ മാനസികമായി തളർത്തുകയും ചെയ്യേണ്ടതിന് പകരം അവരോട് അനുഭാവപൂർണ്ണമായി ഈ വനിതാ ദിനത്തിൽ പോലും ഒരു അനുഭാവപൂർണമായ വാക്ക് ഒരു വനിതാ മന്ത്രി കൂടിയായ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് പറഞ്ഞില്ല എന്നത് വളരെ വേദനാജനകമാണ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അത് പ്രതിഷേധാർഹമാണ്. മാഡം എന്താണ് ചെയ്യുന്നത്? ഞാൻ ഒരു പൊതുപ്രവർത്തകയാണ്. ഈ ഒരു സമരം വിജയിക്കുന്നത് വരെ ഇവർക്കൊപ്പം നിൽക്കാൻ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം സ്ത്രീകൾ ഇന്ന് വളരെ വലിയ ഒരു തൊഴിൽ ശക്തിയായി ലോകമെമ്പാടും തന്നെ വരികയാണ്. കേരളത്തിലും നമുക്കറിയാം തൊഴിൽ ശക്തി എന്നുള്ള നിലയിൽ സ്ത്രീകൾ ഉയർന്നു വരികയാണ്. അതിൻ്റെ അകത്ത് ഒരു ഭാഗത്ത് സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി എന്നൊരു ആറ്റിറ്റ്യൂഡ് നിലനിൽക്കുന്നുണ്ട് അല്ലേ? ഏത് മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വളരെ അണ്ടർപെയ്ഡ് ആയിട്ടാണ് സ്ത്രീകൾ നിൽക്കുന്നത്. അവർക്ക് അവരുടെ അധ്വാനത്തിന് ഒരിക്കലും മതിയായ കൂലി കിട്ടാറില്ല. അപ്പോൾ അത് സ്ത്രീകൾക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി, അവർ പ്രതിഷേധിക്കത്തില്ല. അവർ എന്തും ഒരു ചെറിയ കൂലിക്ക് പോലും അവരെ കൊണ്ട് പണിയെടുപ്പിക്കാം എന്ന ഒരു ധാരണയാണ്. ഇനി അത് ഒരു മേഖലയിൽ നടപ്പില്ല എന്ന സൂചനയാണ് ആശമാർ ഇവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സർക്കാർ സ്ത്രീപക്ഷ സർക്കാരെന്ന് അവകാശപ്പെടുകയാണ്. അതെ, സ്ത്രീപക്ഷ സർക്കാരെന്ന് അവകാശപ്പെടുമ്പോഴും ഈ സമരത്തെ കാണുന്നില്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, പല മേഖലകളിൽ ഇത് മാത്രമല്ല, ഞാൻ ഇത്തരം സമരങ്ങളെ നിരീക്ഷിക്കാറുണ്ട്. ഇതുപോലുള്ള സ്ത്രീകൾ മാത്രം പണിയെടുക്കുന്ന ഒരുപാട് മേഖലകളെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സ്ത്രീകൾ മാത്രം പണിയെടുക്കുന്ന പല മേഖലകളിലും മിനിമം കൂലി ഇന്നും ഉറപ്പാക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ മിനിമം കൂലി ഉറപ്പാക്കാതെ എന്തെങ്കിലും കൊടുത്ത് സ്ത്രീകളെ കൊണ്ട് പണിയെടുപ്പിച്ച് ഈ നാട്ടിലെ ഈ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, സംരംഭകർ അല്ലെങ്കിൽ വലിയ മുതലാളിമാർക്ക് മൂലധനം ഇറക്കാൻ സാധ്യതയുള്ള അവരുടെ മുന്നിലേക്ക് ഈ സ്ത്രീകളുടെ അധ്വാനത്തെ ഇട്ടുകൊടുക്കുക, അവർക്ക് കാര്യമായ പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിൽ അവർ പണിയെടുത്തോളും എന്ന ധാരണ ആണ് ഇന്ന് നിലനിൽക്കുന്നത്. ആ ധാരണ ഇനി ചെലവാകില്ല എന്നാണ് ആശമാർ ഇവിടെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. തുച്ഛമായ വേതനത്തിന് ഇനി ഞങ്ങൾക്ക് പണിയാൻ കഴിയില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, ആ ജീവിക്കാൻ ഉതകുന്ന വേതനം ഞങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായി ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ആശമാർ പറയുന്നത്. ഇത് മറ്റു വിഭാഗങ്ങൾക്കും ഒരു മാതൃകയാണ്. തീർച്ചയായിട്ടും ഈ മാതൃക കണ്ട് അവരെല്ലാം മുന്നോട്ട് വരും. ഇന്നതാ അംഗൻവാടിക്കാർ അപ്പുറത്ത് സമരം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തീർച്ചയായും ഓരോ വിഭാഗങ്ങൾ, അതും സ്ത്രീകളാണ് കൂടുതൽ പണിയെടുക്കുന്നത്. സ്ത്രീകൾ പണിയെടുക്കുന്ന മേഖലകളിലെ വനിതാ തൊഴിലാളികൾ, സ്ത്രീ തൊഴിലാളികൾ ഈ ആശമാരുടെ സമരം കണ്ട് പ്രചോദിതരായി അവർ മുന്നോട്ട് വരുമെന്നും ഇനി തുച്ഛം വേതനത്തിന് പണിയെടുക്കാൻ കേരളത്തിലെ സ്ത്രീകളെ കിട്ടത്തില്ലെന്നും ഒരു സൂചന കൂടിയാണ് ഈ സമരത്തിലൂടെ വരുന്നത്.